അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ ദിവസങ്ങളായി കാട്ടുതീ ആളിപ്പടരുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമാണിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായി 11 പേരുടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും യഥാർത്ഥ മരണം ഇതിലും എത്രയോ ആണെന്നാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണം. 10,000-കണക്കിന് ആളുകളെയാണ് തീപിടുത്തം പ്രധാനമായും ബാധിച്ചിട്ടുള്ളതും. ഇപ്പോഴിതാ കാട്ടുതീയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവരികയുണ്ടായി. ദുരന്തത്തിന്റെ നാശം കാണുമ്പോൾ ഒരു അണുബോംബ് ഇട്ടതുപോലെയാണ് തോന്നുന്നതെന്ന് ലോസ് ആഞ്ചൽസ് നിയമനിർവഹണ ഏജൻസി മേധാവി റോബർട്ട് ലൂണ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. പുറത്തു വന്നിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്ന തരത്തിലാണ്. കിലോമീറ്ററുകളോളം നാമാവശേഷമായിരിക്കുന്ന ചിത്രങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പകർത്തുന്ന മാക്സർസ് ആണ് ഭീതിപ്പെടുത്തുന്ന ഇത്തരം ചിത്രങ്ങൾ പ്രധാനമായി പുറത്തുവിട്ടിരിക്കുന്നത്. സാന്റാ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 34,000 ഏക്കർ കത്തി നശിക്കുകയും ചെയ്തു. ഹോളിവുഡ് താരങ്ങളുടെ വീടുകൾ ഉൾപ്പെടെ 5,000-ലേറെ കെട്ടിടങ്ങളും മറ്റും ഈ കാട്ടുതീ ദുരന്തത്തിൽ കത്തി നശിക്കുകയുണ്ടായി. 10,000-കണക്കിന് ആളുകൾക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെക്കൻ കാലിഫോർണിയയിൽ 6 മാസത്തേക്ക് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ചെലവിന്റെ 100% സർക്കാർ വഹിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. തീ നിയന്ത്രണ വിധേയമാക്കാനും അതുപോലെ കുടുംബങ്ങളെ സംരക്ഷിക്കാനും ആവശ്യമായതെല്ലാം ചെയ്യാൻ അധികൃതരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനായി ഒരു ചെലവും ഈടാക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം. കാലിഫോർണിയയിൽ 6 ഇടത്തായിരുന്നു തീ പടർന്ന് പ്രധാനമായും പിടിച്ചിരുന്നത്. സാന്റാ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിൽ പാലിസഡസ് ആണ് തീപിടുത്തം. 15,832 ഏക്കറോളമാണ് ഇവിടെ മാത്രമായി തീ വിഴുങ്ങി നശിപ്പിച്ചതും. 1% പോലും തീ അണയ്ക്കാനായില്ല എന്നാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്നത്. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൺ മേഖലയിലായിരുന്നു പ്രധാനമായും തീപിടുത്തം ഉണ്ടായിരുന്നതും. മേഖലയിലെ 10,600 ഏക്കറിലധികം തീ പടരുകയും ചെയ്തിരുന്നു. 1000-ലധികം കെട്ടിടങ്ങളാണ് ഈ ദുരന്തത്തിൽ പ്രധാനമായും നശിച്ചതും. 11 പേരോളം ഈ ദുരന്തത്തിൽ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ വിലയിരുത്തപ്പെടുന്ന മൊത്തം നഷ്ടം എന്നത് $50 മില്യൺ എന്നാണ്. അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന് ചുറ്റും പൊട്ടിപ്പുറപ്പെട്ട ഒന്നിലധികം കാട്ടുതീയിൽ 1000-ലധികം കെട്ടിടങ്ങൾ കത്തിനശിച്ചുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതോടെ 10,000-കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യം വന്നിരുന്നു. 5,000 ഏക്കറിലധികം വനമാണ് ഇതിലൂടെ കത്തി നശിക്കപ്പെട്ടത്. ഇപ്പോഴും തീ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലോസ് ആഞ്ചൽസ് ഫയർ ചീഫ് ആന്റണി മാരോൺ വെളിപ്പെടുത്തുകയുണ്ടായി. ഏകദേശം 1000-ലോളം കെട്ടിടങ്ങൾ നശിക്കപ്പെട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാത്ത നിവാസികൾക്ക് കാര്യമായ പരിക്കുകളും ഏറ്റിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അൽത്താഡനയ്ക്ക് ചുറ്റും രണ്ടാമത്തെ വലിയ കാട്ടുതീ ആളിക്കത്തുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. 500-ലധികം ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് നിയോഗിക്കുകയും ചെയ്തു. സിവിലിയന്മാർ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനുള്ള കാരണം അജ്ഞാതമാണ്. മാത്രമല്ല കാര്യമായ നിരവധി പരിക്കുകളുടെ വിവരങ്ങളും പുറത്തുവരികയുണ്ടായി.